ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ക്രിസ്മസ് ഈവാണ്. സമയം ഇപ്പോൾ 6:45 വൈകുന്നേരം 6:45. അപ്പോൾ ഞങ്ങൾ ക്രിസ്മസിൻ്റെ പരിപാടിയൊക്കെ ഓൾറെഡി തുടങ്ങി. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ആഘോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതോടെ ഇച്ചാൻ വളരെ കഷ്ടപ്പെട്ട് മട്ടൺ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നാളെ രാവിലത്തേക്ക് മട്ടൺ സ്റ്റൂ ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്, അപ്പത്തിന് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പവും മട്ടൺ സ്റ്റൂവും. അപ്പോൾ അമ്മച്ചി എന്താ പരിപാടി? അമ്മച്ചി ഞാനിവിടെ പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കുന്നു. പാത്രങ്ങൾക്ക് എല്ലാവർക്കും തിരാതിരി പണി ചെയ്തുകൊണ്ട് അപ്പത്തിന് മാവെല്ലാം അരച്ചു. അപ്പത്തിന്റെ മാവ് അരച്ച് വെച്ചിട്ടുണ്ട്. ഇത് അപ്പം, പിന്നെ ഇത് നമ്മുടെ മട്ടയപ്പം, അങ്ങനെ അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മട്ടൺ ഇവിടെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതെ, മട്ടൺ ആക്കിയിട്ട് വേണം ഇപ്രാവശ്യമെങ്കിലും മട്ടൺ ശരിയാവതിയായിരുന്നു. അമ്മച്ചുള്ളതുകൊണ്ട് നമുക്ക് വിശ്വാസം ചൂരില്ലാതെ കിട്ടായിരിക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മളല്ല സ്വന്തം ഉണ്ടാക്കിയിട്ടെന്ന് പറഞ്ഞാൽ മതി. ഒരു ചെറുക്കുമാടായിരുന്നു. മണം പോകാനുള്ള പരിപാടിയൊക്കെ ഉണ്ട്. ഇത്തവണ അമ്മച്ചി വിശ്വാസം അർപ്പിച്ച് മട്ടൺ മേടിച്ചുകൊണ്ട് വന്നേക്കാണ്. അച്ചാച്ചൻ അവിടെ സാജൻ സ്ക്രിയനെ കണ്ടോണ്ടിരിക്കുന്നു. ഷാജൻ റിച്ചുക്കുട്ടനെ അവിടെ ആരെ കാണുന്നത് നോക്കണം. കൈ വിനാഗിരി മഞ്ഞൾപ്പൊടി ഇട്ട് ഞാൻ കഴുകി. ഒരു ചെറിയ കഷ്ണം നാരങ്ങ നീര്, ഇതൊന്നും വരാതിരിക്കും. മക്കമണമൊക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്കുകളാണ്. ഇത് നമ്മൾ അടുപ്പത്ത് വെക്കാൻ പോവാണ്. അപ്പം തേങ്ങാപ്പാൽ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് സ്പൈസസ്, ഏലക്ക, ഗ്രാമ്പൂ, കറുവപ്പട്ട, പെരിഞ്ചീരകം ഇട്ടിട്ടുണ്ട്. വേറെ എന്താ ഇട്ടാ? കുറച്ച് ഉപ്പ്, കുരുമുളക് പൊടി ഇത്ര ഇട്ട് നമ്മൾ വേവിച്ച് വെക്കാൻ പോവാണ്. കറി ബാക്കി നമ്മൾ നാളെ രാവിലെ ചെയ്താൽ മതിയല്ലോ. അപ്പം അങ്ങനെ ഇത്രയും ചെയ്ത് എന്താ ഇച്ചാൻ ഓടാൻ നടക്കാനൊക്കെ പോയതായിരുന്നു. സമയം രാത്രി 8 മണിയായിട്ടാ. കാറ് തപ്പാൻ പോയതാണ്. അച്ഛൻ്റെ സ്വിമ്മിംഗ് പൂളില് കാറെല്ലാം കണ്ടിട്ടേക്കായിരുന്നു. ഇച്ചു ഇങ്ങോട്ട് വാ, നമുക്ക് നാളെ നോക്കാം. വാ, 8 മണി രാത്രിയായിരുന്നു, പറയത്തില്ല. അതാ കളഞ്ഞു. ഇവിടെ നാളെ നിനക്ക് കുളിക്കണ്ട റിച്ചുക്കുട്ടാ. ഇത് നോക്കി റിച്ചുക്കുട്ടന് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ടൊരു മുട്ട പൊരിച്ചതാണ്. ഒറ്റ മുട്ട പൊരിച്ച് അങ്ങ് പൊട്ടിച്ചിട്ടപ്പോഴത്തേക്ക് 2 ഉണ്ണി. അത് കഴിക്കാന്ന് വിചാരിച്ച. പക്ഷെ അമ്മച്ചി ഇന്ന് ഉച്ചക്ക് മുട്ട എടുത്തപ്പോ 3 ഉണ്ണി കിട്ടിയെന്ന് പറഞ്ഞ്. ഒരെണ്ണത്തിന് 3 കിട്ടിയായിരുന്നു. എടുക്കാൻ തോന്നിയില്ലോ. അതെ, ഞാന് ഉറക്കമായിരുന്നു, ഞാൻ കണ്ടില്ല. എനിക്ക് നൈറ്റ് ആയിരുന്നു ഇന്നലെ. എനിക്കിന്ന് നൈറ്റ് ഓഫ് ആണ്. റിച്ചുക്കുട്ടൻ ഉറങ്ങിപ്പോയിട്ട് അങ്ങനെ കുരിച്ച് വെച്ച് ഇങ്ങനെ ആയിരുന്നപ്പോഴത്തേക്ക് അവൻ ഉറങ്ങിപ്പോയി. അപ്പോൾ ഉറക്കം തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ പോയി ഉടുപ്പിട്ടാടാൻ പറഞ്ഞതാ. ഉടുപ്പെല്ലാം ഇടിപ്പിച്ച്, റിച്ചുക്കുട്ടൻ്റെ ക്രിസ്മസ് ഉടുപ്പാണ്. അങ്ങനെ ഉടുപ്പെല്ലാം ഇട്ട് ഷൂവും സോക്സൊക്കെ ഇട്ട് ആൾ നല്ല പള്ളിയിൽ പോകാൻ റെഡി ആയിട്ട് കിടക്കുകയാണ്. അപ്പം നമുക്ക് പള്ളിയിൽ പോവാണ് കേട്ടോ. ഇനി 11:30 കാണുന്ന കാലിലല്ലേ ആണ് പള്ളിയിൽ പരിപാടി. ക്യാരളും പിന്നെ ഇത് കുർബാന. അപ്പം അങ്ങനെ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഉള്ളവർക്കത്ത് കാണട്ടെ. ഇനി നമ്മൾ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടോ. അച്ഛനും അമ്മച്ചും റെഡി ആയി. റിച്ചുക്കുട്ടനെ ഇനി പൊക്കിയെടുക്കണം. നമുക്ക് 3 തൊപ്പി ഉണ്ടായിരുന്നതാണ്. റിച്ചുക്കുട്ടൻ ഓരോ സ്ഥലത്ത് ഓരോ പ്രാവശ്യം കൊണ്ടുപോയിട്ടുണ്ട്. അവസാനം ഒരു തൊപ്പിയിൽ അവസാനിച്ച്. ഇപ്പം ഒരു തൊപ്പിയും കൊണ്ട് പോവാം നമ്മള്. നമ്മുടെ സമയം 10:50 ആയതേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് എല്ലാവർക്കും അത്ര ഉറക്കമൊന്നും തുടങ്ങിയിട്ടില്ല. അത്യാവശ്യം ഇരുട്ടായി. നമ്മൾ ചുരം ഇറങ്ങിയാണ്. അപ്പം ടാസ്മാനിയൻ ബ്രിഡ്ജ് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഡേയ്സിൽ അവർ ഡിഫറെൻറ്റ് കളറിലായിരിക്കും കൊടുക്കുക. എല്ലാ ദിവസവും എന്തെങ്കിലും ലൈറ്റ് ഉണ്ടാവും. പക്ഷെ നമുക്ക് സ്പെഷ്യൽ ഡേയ്സ് വരുമ്പോൾ കളർ മാറും പാലത്തിലുള്ള ലൈറ്റിൻ്റെ.
കത്തീഡ്രലിൽ എത്തിയിട്ടോ. നമ്മൾ ഒത്തിരി നേരത്തെ വന്ന പാർക്കിങ്ങും പിന്നെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതല്ല ഇവിടെയൊക്കെ സ്ഥലമുണ്ട്. ഓ ഇതാ വഴിയിലൊന്നും ആരുമില്ല. അത് അങ്ങോട്ട് വഴിയിലോട്ട് കയറ്റിക്കുക, ഉള്ളിൽ കയറ്റിക്കുക. ആ ഈ വഴിക്ക് ആരുമില്ല. ഇതാ നമ്മള് പള്ളി എത്തിയിട്ടോ. അപ്പോൾ ഇവിടുന്ന് എൻ്റെ അവിടെ വർക്ക് ചെയ്യുന്നതാണ് സിൻഡോയും ഫാമിലിയും കണ്ട്. ഹാപ്പി ക്രിസ്മസ്. അങ്ങനെ നമ്മൾ കുർബാന കഴിഞ്ഞ് ഇറങ്ങിയിട്ടാ. അത്യാവശ്യം തണുപ്പുണ്ട്. എല്ലാവരും ജാക്കറ്റൊക്കെ ഇട്ട് വേണ്ട പൈസ എല്ലാവർക്കും മുട്ടായൊക്കെ കിട്ടി. ഇട്ടിട്ടുണ്ടായിരുന്നു. ആ മേരി ഇത് താഴെ എന്ത് എഴുതിയേക്കുന്ന നമുക്കൊന്ന് കാണാം. റെക്സ്മസോ ഡൈനോസർ എന്താ തൊപ്പിയൊക്കെ വെച്ച് നിൽക്കുന്ന സമയം 2:15 ഓ അത് കഴിഞ്ഞിട്ട് നമ്മള് 10:00 പോയതാ ശരിക്കും പറഞ്ഞാല്. അങ്ങനെ നമ്മള് പള്ളി കഴിഞ്ഞെത്തി. ചെറിയ എല്ലാരും ഉറക്കമൊക്കെ ചെറുതായിട്ടൊക്കെ തൂങ്ങി തുടങ്ങിയായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു പോയിട്ട് കുഴപ്പമില്ലായിരുന്നു. ഉറക്കം അച്ചാച്ചൻ വീണ് പോവാന്നൊക്കെ ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു അച്ചാച്ചക്ക് പാതിരാ കുർബാനയ്ക്ക് പോയിട്ട്? ഞാൻ തോണ്ടി വിളിച്ചോണ്ട് അതുകൊണ്ട് വീണ് പോയില്ല. എന്തായാലും നന്നായി, കുഴപ്പമില്ല. പിന്നെ നല്ല പാട്ടായിരുന്നു കേട്ടോ. അങ്ങോട്ടും തോണ്ടിയൊന്നുമില്ല, പക്ഷെ അങ്ങനെ ഉറങ്ങിയില്ല. നല്ല പാട്ടുണ്ടായിരുന്നു. കാരൽ സിംഗിങ് അടിപൊളിയായിരുന്നു. പിന്നെ ഈ ലത്തീൻ കുർബാന ആയതുകൊണ്ട് എന്തായാലും അധികം നേരം ഇല്ലായിരുന്നു. 1.5 മണിക്കൂറിന് കഴിഞ്ഞു. എന്തായാലും ബിഷപ്പിന്റെ കുർബാനയൊക്കെ കൂടാൻ പറ്റി. വീട്ടിലേക്ക് കേറിയപ്പോഴത്തേക്ക് എനിക്ക് മണം അടിച്ച് അപ്പത്തിന് പോന്നി കേട്ടോ. വട്ടയപ്പം എന്താ പുളിച്ച് വരുന്നേ ഉള്ളു. അപ്പൊ അതൊക്കെ വരുന്നുണ്ടല്ലോ. എന്താണോ പുളിയായിരിക്കും. രാവിലത്തെ ചുടാറാകുമ്പോഴത്തേക്കും കറക്റ്റാണ്.
എന്താ വെച്ചാ സാന്റ വന്നാ Santa വരണ എന്നിട്ടാ അതിൽ നോക്ക എന്താ നോക്കണ്ട എന്താ നോക്കിയോ? ഓ മൈ ഗാഡ്, 2 ഗിഫ്റ്റോ സാന്റ? സാന്തയ്ക്ക് പൊതിയാൻ സമയം കിട്ടില്ലെന്ന് തോന്നുന്നു. അതോ പൊതി കൊള്ളാഞ്ഞിട്ടാണോ? സാന്റ എന്താ കവർ ചെയ്യാതെ കൊണ്ടുവന്നത്? ഓ മൈ ഗാഡ്, ലെഗോ ഇച്ചിരി പറഞ്ഞ തന്നെ കിട്ടില്ല. എന്താ വൈകിപ്പോയി? അല്ല പക്ഷേ ഇങ്ങനെ വലിയൊരു സാധനമാണല്ലോ. എന്ത് വലുതല്ലെന്നോ? ഓർഡർ ചെയ്തതല്ല വന്നത്. അതോടെ വിചാരിക്കുന്നു. ഇച്ച് ഗുഡ് ബോയ് ആഞ്ഞിട്ട് ചിലപ്പം വലുതൊന്നും തരാത്തായിരിക്കും. പക്ഷെ ഇത് പസിലാണോ? പസിലാണോ? തോന്നുന്നു 1000 pieces. Puzzles? 1000 piece puzzle. Oh my god! How am I gonna get supposed to build this? This is gonna be 1,000. I like it. അമ്മച്ചനെ അച്ഛനെ കാണിക്കാൻ പോവാ. അച്ഛനും ചെയ്തിട്ടില്ല കേട്ടോ. റിച്ചിക്കോട്ട പോയി ഗിഫ്റ്റ് സാന്റയുടെ ഗിഫ്റ്റ് കാണിച്ച് വിളിച്ചെണീപ്പിച്ചതാണ്. കഴിച്ചില്ല. ഗുഡ് മോർണിംഗ്. ആരും കഴിച്ചില്ല. അതാ സാന്റയ്ക്ക് ഇത് കൊടുത്തതാണ്, ഫുഡ് കൊടുത്തതാണ്. റെയിൻഡിയറിനുള്ള ഫുഡാണ് കേട്ടോ സാന്റയ്ക്കുള്ള. സാന്റയുടെ റെയിൻഡിയറിൻ്റെ ഫുഡാണ്. സ്പ്രിങ്കിൾ ഓൺ ദ ലോൺ അറ്റ് നൈറ്റ്. ദ മൂൺ വിൽ മേക്ക് ഇറ്റ് സ്പാർക്കിൾ ബ്രൈറ്റ്. ആസ് സാന്റസ് റെയിൻഡിയർ ഫ്ലൈ ആൻഡ് റോം, ദിസ് വിൽ ഗൈഡ് ദം ടു യുവർ ഹോം. ഇത് എൻ്റെ സ്കൂളിൽ നിന്ന് കൊടുത്തു വിട്ടതാട്ടോ. ഓട്സും സീരിയൽസാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് നമ്മുടെ സീരിയൽസാണ്. അപ്പോൾ അങ്ങനെ ഇത് ശരിക്കും സ്പ്രിങ്കിൾ ചെയ്യണമെന്ന് എറിച്ചിക്കിട്ടും. ഇതിവിടെ ചുമ്മാ കൊണ്ടുവച്ചേക്കാം. അങ്ങനെ നല്ലൊരു സുപ്രഭാതം, ക്രിസ്മസ് പ്രഭാതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമയം 7:30 ആയിട്ടോ. എല്ലാവരും എണീറ്റ് വരുന്നതേ ഉള്ളൂ. ഇന്നലെ നമ്മൾ കിടന്നപ്പോഴത്തേക്കും 3 മണിയൊക്കെ ആയിരുന്നല്ലോ. മീൻ പിടിക്കല അവര്. ഓ, ഫിഷിംഗ് ഷിപ്പാണോ? ഇത് ഈ ബോട്ട് ട്രഷറി കണ്ടത്. അതെയോ? ഗോൾഡ് ഇച്ച് ചോദിച്ചിട്ട് സാന്റയോട് ചോദിച്ചത് എന്തായിരുന്നു? ലെഗോ ടൈറ്റാനിക് ആയിരുന്നു. പക്ഷെ അങ്ങനെ ഒരു ടൈറ്റാനിക് ലെഗോ ഇല്ല ഇച്ച്. നമ്മൾ എന്തോരം നോക്കിയതാ. അതുകൊണ്ടാണ് സാന്റ ഇത് വന്നത്. പക്ഷെ ഇച്ച് നല്ല മിടുക്കനായിട്ട് ഇരിക്കണം, പറഞ്ഞതൊക്കെ കേട്ടിട്ട് കേട്ടോ. കേട്ടോ ഇച്ച് പറഞ്ഞ കേട്ടാ. അല്ലെങ്കിൽ ചിലപ്പോ സാന്റ ഇത് എടുത്തോണ്ട് പോവും. ഇഷ്ടപ്പെട്ട ആളാണോ? താങ്ക് യു സാന്തോട് താങ്ക് യു പറ. അതവിടെ ഈശോ എടുത്തേക്ക് പറ. ഈശോ എടുത്ത് വരുന്ന സാന്ത സാന്റ. ഹാപ്പിയായോ? ബ്രഷൊക്കെ ചെയ്തിട്ട് പൊട്ടിക്കാം കേട്ടോ. ഇവിടെ എല്ലാം വൃത്തിയാക്കണം. നോക്കി ഇവിടെ എല്ലാം കിടക്കുന്ന ഇച്ചിൻ്റെ അലുക്കുലത്തെ സാധനങ്ങളാണ് മുഴുവൻ. മാവന്തിയാ മറ്റേ ഇതിൻ്റെ കുറച്ച് വണ്ടിയാണ്. ലഗയുടെ ഉള്ളിൽ കയറി. ഈസിയാണ് സാധനം വെച്ച്. പക്ഷേ ഇതിനെ തോന്നുന്നു റിയലി ഹാർഡാണ്. ഇത് പസിലാ. അച്ഛനും ബ്രില്യൻ്റ് ആക്കാന്നാണ്. ബ്രെയിൻ വലുതാകുന്ന സാധനമാണ് അതൊക്കെ. അച്ഛന് ജലദോഷമുണ്ട്. എല്ലാവർക്കും ചെറിയൊരു ജലദോഷമുണ്ട്.
എല്ലാവർക്കും ജലദോഷമാണ്, എനിക്കും ജലദോഷമാണ്. എനിക്കാണെങ്കിൽ മിനിങ്ങാന്നായിരുന്നു അല്ല എൻ്റെ ലാസ്റ്റ് ഡ്യൂട്ടി, മിനിങ്ങാന്ന് നൈറ്റ്. അന്നേരം കോവിഡ് പേഷ്യൻസ് ഉണ്ടായിരുന്നു. അപ്പം ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അതൊന്നും ചെയ്യുമ്പോൾ പേഷ്യൻസിനെ ആക്കണ്ട. എന്തായാലും നെഗറ്റീവാണ് കേട്ടോ, പേടിക്കണ്ടായാലും. എല്ലാവർക്കും രാവിലെ ചുക്ക് കാപ്പി ഉണ്ടാക്കാൻ കേട്ടോ. നമ്മൾ ക്രിസ്മസ് പാട്ടൊക്കെ വെച്ച് കേൾക്കാണ് കേട്ടോ. അമ്മച്ചിക്ക് തണുപ്പായി രാവിലെ, രാത്രിയും തണുപ്പൊക്കെ കൊണ്ട് പള്ളിയിൽ പോയിട്ട് ഇച്ചിരി കാലുവേദനയൊക്കെ ആയിട്ട് ഇങ്ങനെ രാവിലെ സെറ്ററൊക്കെ ഇട്ടിരിക്കുകയാണ്. മുട്ടുവേദന. അവിടെ രാവിലെ ചുക്ക് കാപ്പി ഉണ്ടാക്കി. എല്ലാവർക്കും ചുക്ക് കാപ്പി രാവിലെ ക്രിസ്മസ് പ്രമാണിച്ച്. ഇച്ചിരി ഇന്നൊരു പണിയായി. നമ്മൾ കുക്കിങ്ങിലേക്ക് കിടക്കുകയാണ്. ഇന്നലത്തെ മട്ടൻ വേവിച്ച് വെച്ചിരിപ്പുണ്ട് കേട്ടോ. അത് നെയ്യൊക്കെ ഉരുകിയല്ല, നെയ്യൊക്കെ ഇങ്ങനെ കട്ട പിടിച്ചിരിപ്പുണ്ട്. നമ്മൾ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാളയൊക്കെ വഴറ്റി കുറച്ച് കുരുമുളക് പൊടി, ജാതിക്കപ്പൊടി ഇട്ട് കഷ്ണം വേവിച്ച് വെച്ച് കഷ്ണം കൂടി ഇട്ട് വെച്ച് ഇനിയിപ്പോൾ തേങ്ങാപ്പാൽ കൂടി ഇട്ട് വാങ്ങി മതി. ആയോ കപ്പലായോ? കിടുക്കിയില്ല. അടുത്തത് ബസ്സിലാണോ? നമ്മള് മട്ടൺ സ്റ്റൂ ആയി കേട്ടോ. തേങ്ങാപ്പാലും ഇട്ട് റെഡിയാക്കി എടുത്തു. അപ്പം ഇവിടെ ആകുന്നുണ്ട്. ഇതിവിടെ മട്ടൺ സ്റ്റൂയുടെ ടേസ്റ്റ് നോക്കുന്നു. ഇച്ചാണ് മട്ടനോട് വിരക്തിയാണെന്ന് തോന്നുന്നു. അത്ര പിടിച്ചില്ലെന്ന് തോന്നല്ലോ. കുഴപ്പമില്ല എന്നുള്ള നല്ലതാ. ഇതിന് വേറെ ഒരു ഇതുമില്ല. അവിടുത്തെ നല്ല സൂപ്പറാ. അതിനകത്ത് കഷ്ണമില്ലല്ലോ. ഞാൻ 2 എടുത്തോളം എടുത്തു. അടിപൊളി. വലിയ കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞു. ഇപ്പം പിന്നെ എടുത്ത് കഴിക്കുക നൈസില്. നമുക്ക് കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞു എനിക്ക് വന്ന് ഹോസ്റ്റലിൽ തിന്നുന്നുണ്ടോ. അപ്പം എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി. ഇപ്പം 2 പാത്രത്തിലായിട്ട് അപ്പം ഉണ്ടാക്കണം. അച്ഛൻ കഴിക്കാൻ തുടങ്ങി. എങ്ങനെയുണ്ട് അച്ഛാ? അച്ഛന് ഇഷ്ടപ്പെട്ട്. ഉച്ചക്കട്ട ഉച്ചക്കട്ടനും കഴിച്ചോണ്ടിരിക്കുന്നു. വേടാ ഇച്ചു വാ വാ. എങ്ങനെയുണ്ടാ വെച്ച്? സൂപ്പറായിട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. കഴിക്കേ ഇവിടെ അപ്പം ചേർന്നുണ്ട്. തീരാനായി. നമുക്ക് ഞാൻ ആക്ച്വലി കഴിക്കുന്നതിനിടയ്ക്ക് രസം ഉണ്ടാക്കുന്നതിനിടയ്ക്ക് അപ്പം കഴിച്ചായിരുന്നു കേട്ടോ. എങ്ങനെയുണ്ട്? നല്ല നല്ല പൊളിരാണല്ലോ. വിഷം പോയി. സമയം എത്രയും 10 മണിയായിട്ടോ. 9:45 കഴിഞ്ഞു. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. എല്ലാരും എന്തൊക്കെയാണ് ക്രിസ്മസിന് ഉണ്ടാക്കിയത് ഇതൊക്കെ പറ. എന്നിട്ട് കൊതിടാണ്. അച്ഛൻ പസിലുണ്ടാക്കാൻ പോവാ. ഇത് നല്ല പാടായിരിക്കും. 1000 പീസസ് ഉണ്ട്. അത് ഉണ്ടാക്കി എടുക്കണമെങ്കിൽ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും നമ്മള് കേക്ക് ക്രിസ്മസ് കേക്ക് നിങ്ങൾ കൊച്ചിനെ കൊണ്ട് കണ്ടിക്കേ. ഉണ്ണീശോയ കൊച്ചിനെ കൊണ്ട് കഴിക്കുകയാണ്. കത്തി പിടി കത്തി. ഹാപ്പി ക്രിസ്മസ് എന്ന് we wish you a merry Christmas. We wish you a merry Christmas. We wish you a merry Christmas and a happy new year. We wish you a merry Christmas. We wish you a merry Christmas. We wish you a merry Christmas and a happy new year. ക്രിസ്മസ് അല്ലേ?
ആ മുഖത്തെ ഒരു സന്തോഷം ചിരി എന്താ എല്ലാം തികഞ്ഞു. കൈപ്പുള്ളതാണ് നിനക്ക് ഇഷ്ടമുള്ളതാണ്. സ്വീറ്റ് ആണെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, കണ്ടറിയാം. Cheers. Cheers. Happy Christmas. Merry Christmas. സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും നല്ലൊരു ക്രിസ്മസ് എല്ലാവർക്കും ആശംസിക്കുകയാണ്. അച്ഛനും അമ്മച്ചനും കൂടെ ഞങ്ങള് ആദ്യമായിട്ടാണ് എല്ലാരും കൂടി ഒരു ക്രിസ്മസ് ആഘോഷിക്കുന്നത്. ഒന്നെങ്കിൽ ഇച്ചേൻ തന്നെ ആഘോഷിക്കണം. ഇച്ചേൻ കല്യാണം കഴിഞ്ഞ പിന്നെ ആഘോഷിച്ചിട്ടില്ല. ആഘോഷം നമ്മൾ ഒരുമിച്ച് കൂടുന്നു ഇപ്പോഴാ. ഞാൻ കാര്യം ആഘോഷിച്ചിട്ടുണ്ട്, എന്നാലും ഇച്ചേൻ എല്ലാവരും ക്രിസ്മസ് ആഘോഷിച്ചിട്ടില്ല. ആ സമയത്ത് ഉണ്ടാവില്ല. പണ്ട് ഒറ്റ പ്രാവശ്യം കണ്ടുള്ളൂ പണ്ട് വീട്ടിൽ നിന്ന് പോയ പിന്നെ ഒരുമിച്ച് കൂടുന്നു. അപ്പൊ എത്ര വർഷങ്ങളായി ഈസ്റ്ററിന് ഉണ്ടായിരുന്നല്ലേ? എനിക്ക് ഏറ്റവും വലുത് എന്റെ സ്പെഷ്യൽ പ്ലം കേക്ക്. ഞാൻ പ്ലം കേക്ക് എന്ന് വെച്ചാൽ ചാകും. ഓ എന്താ എനിക്ക് ഇങ്ങോട്ട് കൊതി. ഇതും ഇതെനിക്ക് ഇഷ്ടമുണ്ട്. ഇന്നലെ മുറിച്ച് എനിക്ക് അത്ര പോരാണ്. നല്ല ടേസ്റ്റാ. പ്ലം കേക്കിന് അത്രയും ടേസ്റ്റാണ് ഒരു കേക്കും ഈ ഭൂമിയിൽ ഞാൻ കഴിച്ചിട്ടില്ല. ബ്ലാക്ക് ഫോറസ്റ്റ് എനിക്ക് പ്ലം അതൊന്നും ഇഷ്ടമല്ല. എനിക്കും പ്ലം മാത്രം ഇഷ്ടമുള്ള. എനിക്ക് എല്ലാം ഇഷ്ടം. നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള പണിയുടെ തുടക്കമായി. ബീഫ് നമുക്കെന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് പറഞ്ഞാൽ ക്രിസ്മസ് ഹോളിഡേസ് നമുക്ക് പണി കൂടുതലല്ലേ? കുക്കിംഗ് ഇതായിട്ട് പണി കൂടുതലാണ് നമുക്ക്. ഇപ്പൊ ടൗണിലൊക്കെ ഇറങ്ങി ക്രിസ്മസ് ലൈറ്റ് കാണാൻ പോകാൻ നോക്കുമ്പോൾ നമുക്ക് അതൊക്കെ നേരത്തെ ചെയ്യണം. പക്ഷെ ഇവിടെ അങ്ങനെ അത്ര ലൈറ്റ് ഒന്നും ഇല്ലല്ലോ. അയർലൻഡിലെന്നൊക്കെ പറഞ്ഞ എല്ലായിടത്തും ഒരുപാട് ലൈറ്റ് ഉണ്ട്. പക്ഷെ ഇവിടെ ഒന്നും ഹോബാർട്ടിൽ പോലും അത്ര ലൈറ്റ് ഒന്നും ഇല്ല. പിന്നെ മെൽബൺ സിഡ്നിയിലൊക്കെ നല്ല ലൈറ്റ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്നാലും അയർലൻഡിൽ വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തേയില്ല. കാരണം അയർലൻഡിൽ എല്ലാവരും നന്നായിട്ട് ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നതാണ്. അതെ അതെ, എല്ലാ വഴിയിലും പലതരം ലൈറ്റിങ്. എല്ലാവരും അവിടെ നിന്നൊക്കെ ലൈറ്റ് കാണാൻ വരുമായിരുന്നു. ക്രിസ്മസ് ലൈറ്റ്സ് ആണ്. നമ്മളും കുറേ സ്ഥലത്തൊക്കെ പോയിട്ടില്ലേ? അതൊന്നും ഓസ്ട്രേലിയ കേട്ടോ, അതൊക്കെ മിസ്സിങ് ആണ്. നമ്മൾ കപ്പ വേവിക്കാൻ പാടില്ല. പുച്ചിക്ക് നമ്മൾ കപ്പയും ബീഫാണ്. ബീഫെന്ന് വെച്ചാൽ പോത്തല്ലേ? എന്നാൽ പോത്തെങ്കിൽ പോത്താണ്. നമ്മൾ പിന്നെ ബിരിയാണി അതൊക്കെ ഉണ്ടാക്കിയാലോ ഇങ്ങനെ പ്ലാൻ ചെയ്ത്. പക്ഷേ ഒത്തിരി നേരം നിന്ന് കുക്ക് ചെയ്യുമ്പം എല്ലാവർക്കും മടുപ്പാണ്. അമ്മച്ചിക്കും വയ്യ, എനിക്ക് ഭയങ്കര കാലുവേദന നടുവേദനയൊക്കെ എടുക്കും ഒത്തിരി നേരം നിന്ന് കുക്ക് ചെയ്ത്. അപ്പം അതുകൊണ്ട് നമ്മൾ ചെറിയ രീതിയിലാക്കാമെന്ന് വിചാരിച്ചു. കപ്പയും ബീഫും നല്ലതാണല്ലോ, കപ്പ ഇറച്ചിയും കഴിക്കുന്നത്. പിന്നെ നമ്മൾ കപ്പ ബിരിയാണി ഓൾറെഡി അച്ഛനെ വെച്ച് വന്നിട്ട് 2 പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കി. ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി. അപ്പോൾ അതുകൊണ്ട് നമ്മളവർക്ക് ഇന്ന് നമുക്കിങ്ങനെ ആക്കാം. ഇറച്ചിക്കുട്ടം കുളിക്കാൻ കയറിയേക്കുക. എൻ്റെ മെയിൻ ഉദ്ദേശം ലെഗോ കാർ വെള്ളത്തിലിട്ട് കളിക്കുക എന്നുള്ളതാണ്. എന്ത് സാധനം മേടിച്ചാലും തന്നെ അവന് കുളിക്കണം. അത് ബാത്ടബിലിട്ട് എല്ലാ സാധനത്തിനും കളിപ്പിക്കണം. ബീഫിനുള്ള സാധനങ്ങളൊക്കെ ആക്കാണ്. ഇറച്ചിക്കുട്ടം കുളി കഴിഞ്ഞ് വന്ന് സ്റ്റിക്കർ മറ്റേ ഡ്രസ്സിലെല്ലാം കൂടി പായിൽ നിരത്താൻ വേണ്ടിയിട്ട് പോവാം. ചേച്ചന് ഇറച്ചിക്കുട്ടനും കുറച്ച് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നു. എൻ്റെ അമ്മ അത് നല്ല പണിയാണ്. കപ്പ അടുപ്പത്ത് വെച്ചിട്ടോ. അച്ഛൻ പുറത്ത് തുണി വിരിച്ചിടുന്നു. നല്ല വെയിലുണ്ടെന്ന്. നമ്മുടെ പച്ചക്കറികൾ നമ്മൾ തക്കാളി ഉണ്ടായത് കാണിച്ചു തന്നില്ലല്ലോ അല്ലേ? തക്കാളി ഉണ്ടായിട്ടുണ്ട് കേട്ടോ, കണ്ട. ഇത്തേൽ 2 തക്കാളി, ഇത്തേലൊരു 4-5 തക്കാളി ഉണ്ട്. അപ്രാവശ്യത്തെ കണ്ട
പിന്നെ ബീൻസ് എല്ലാം മഞ്ഞച്ച് നിൽക്കുകയാണൊന്നും വലിയ കാര്യമായി വളർച്ചയില്ല. ഈ ചെടി നമ്മുടെ അപ്പുറത്ത് പാകിസ്ഥാനി നെയ്ബറുണ്ടല്ലോ, അവരുടെ ചെടിയാണ്. അവർ ഇവിടുന്ന് ഒരു 20 days റോഡ് ട്രിപ്പിന് പോയേക്കാം. അപ്പോൾ അവരുടെ ചെടി ഇവിടെ കൊണ്ടുവച്ചിട്ട് പോയേക്കുന്നത്. ഇൻഡോർ പ്ലാന്റ്സ് ഇതല്ല, ഇത് അവരുടെയാണ്. അപ്പം വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് കൊണ്ടുവച്ചതാണ്. പിന്നെ അവിടെയും ഒരു ചെടിയുണ്ട് അവരുടെ. അച്ചാച്ചൻ അവിടെ കിടന്നു. അമ്മച്ചിയുടെ ബീഫിനുള്ള പരിപാടി വെളുപ്പെല്ലാം ചതച്ച് സവോളയും കൂടി ഇട്ട് എല്ലാം ആക്കി ഒരുമിച്ച് കുക്കറിലിട്ട് അങ്ങ് അടിച്ചാൽ പണി എളുപ്പമുണ്ട്. അതിൽ കുറച്ച് പെരുംജീരകം കുരുമുളക് പൊടി ഇട്ട് വെച്ച് കപ്പ തിളച്ച് തുടങ്ങുന്നു. പൊടികളെല്ലാം ഇങ്ങനെ നിരത്തി വെച്ചിട്ട് അമ്മച്ചിക്ക് എടുക്കാൻ എളുപ്പത്തിന്. ഇത് ഭയങ്കര പാടാണ്. ഒരു 18+ yearsലുള്ള സംഭവമാണ്. അത് ഒരാളൊന്നും ഇരുന്ന് ചെയ്താൽ പോരാ, 10 പേര് ഇരുന്ന് ചെയ്താൽ അതാകാം. എന്നാലും ഞങ്ങൾ മാസങ്ങളോളം എടുക്കും. അച്ചാച്ചൻ ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടി തുടങ്ങിയതാണ്. ഞാനും കുറച്ച് സഹായിക്കാന്നൊക്കെ വിചാരിച്ചു വന്ന്. നമുക്ക് സമയം വേണം നന്നായിട്ട് തട്ടിപ്പിടിച്ചൊരു സാധനം കുറെ കഴിച്ച് മടുത്തു. ഇങ്ങനെ ഞങ്ങള് ചെയ്ത് നോക്കിയിരുന്ന ഐസ്ക്രീം നൈസായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഏജ് സാൻഡയുടെ ടോയ് സെലക്ഷൻ ശരിയായില്ല. ഏജ് ശരിയായില്ല. പിന്നെ കൊച്ചിനായാലും പറയുള്ളൂ. എനിക്കൊട്ടും പറ്റിയല്ല, അതുകൊണ്ട് ഞാൻ നോക്കിയില്ലേ. ഞാൻ കപ്പ ഊറ്റിയാക്കട്ടെ. അമ്മച്ചി കുറച്ച് ഇരിക്കും. കപ്പ എന്തോ നമ്മള് കപ്പയ്ക്കുള്ള തേങ്ങ, കുറച്ച് കണ്ടമുളക്, ജീരകമൊക്കെ കൂടിയിട്ട് ചതച്ചെടുക്കാൻ പോകണം. കപ്പയ്ക്ക് അരപ്പിട്ടു ഇനി ഇളക്കാൻ പോകണം. അമ്മച്ചിയുടെ പരീക്ഷണം. അമ്മച്ചി പരീക്ഷിക്കാൻ പോകണം. ഏതെങ്കിലും ഒന്നെങ്കിലും എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയാൽ ഞാൻ എന്തായി ബ്രില്യൻ്റായി. ഇതാണ് കപ്പ. ആയിട്ട് നന്നായിട്ട് വെന്ത് കുഴഞ്ഞിട്ടുണ്ട്. ഇത് നമ്മളെ ബീഫ് കറി എല്ലാം സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. കപ്പ എങ്ങനെയുണ്ട്? ഞാൻ കഴിച്ചാൽ മതി. അച്ഛന് ആദ്യം കൊടുക്കട്ടെ. എനിക്ക് 2 ദിവസം ഫ്രീ ആയിട്ട് തന്നെ വിട്ടാൽ ഞാനിരുന്ന് എന്തെങ്കിലുമൊക്കെ ആക്കാം. ഇന്നിപ്പോൾ എന്തായാലും സമയം നമുക്ക് തൽക്കാലം പാക്കപ്പ് ചെയ്യാം. ഉച്ച കഴിക്കണ്ടേ? അതാ അച്ഛൻ അവിടെ കപ്പ കഴിക്കൽ തുടങ്ങി. അങ്ങനെയുണ്ട് മൊത്തം മോശമല്ല, ആവറേജ് ആണ്. അതെ, ബീഫിനൊന്നും നാട്ടിലത്തെ അത്ര ടേസ്റ്റ് ഒന്നുമില്ല. ചാറ് പറഞ്ഞു പോയാ നിങ്ങൾക്ക്? ചാറ് വേണമെങ്കിൽ എടുക്കാമല്ലോ. അതാ ഐസ്ക്രീം കഴിക്കണം. അതാണ് കപ്പ ഒന്നും വിശന്നു. ഒരു മാസം നോമ്പ് നോക്കി വെയിറ്റ് കുറഞ്ഞു. അയ്യോ കപ്പ അധികം ഇപ്പൊ ഈ ഒരു രക്ഷ എണീക്കാൻ വയ്യ. അപ്പൊ ഫുള്ള് കഴിച്ചിട്ടോ, പ്ലേറ്റൊക്കെ വടിച്ച് നക്കി തിന്നു. ഞാൻ ഇച്ചിരി കഷ്ടപ്പെട്ടാ തിന്നുന്ന, തീർക്കണ്ടേ? അയ്യോ ഭയങ്കര അധികമായിപ്പോയി. കാര്യം ഞാൻ കുറച്ചൊക്കെ വിളമ്പില്ലായിരുന്നു. അയ്യോ രക്ഷയില്ല. നമ്മളിതാ ഫാലിമി കാണുകയാണ് കേട്ടോ. ക്രിസ്മസ് അല്ലേ, ഒരു സിനിമ ഇല്ലാതെ എന്ത് ക്രിസ്മസ്. അപ്പോൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് മടുത്ത് ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട് ഫാലിമി കാണുകയാണ്. ഞാൻ നല്ലൊരു ഉറക്കം പാസ്സാക്കിട്ടോ, നന്നായിട്ട് ഉറങ്ങി. ഇപ്പോൾ ചൂടെടുത്ത് എണീറ്റത് ഭയങ്കരമായിട്ട് പുകച്ചിലുണ്ടായിരുന്നു. തന്നെ അതൊക്കെ തുറന്നിട്ട് കാറ്റും കൊണ്ട് കിടക്കുകയാണ്. അപ്പോഴൊക്കെ തിന്ന് എല്ലാവർക്കും ഭയങ്കര ക്ഷീണം, എല്ലാവരും ഉറങ്ങി. കൊട്ടനാണെങ്കിൽ
ഉറക്കിറങ്ങിയിട്ട് എണീറ്റിട്ടേ ഇല്ല. അല്ല ഉച്ചക്കെട്ടിൻ്റെ കിടപ്പയ്ക്ക് ഞായറാഴ്ച വരെ അപ്പം തന്നെ എണീക്കുന്നുണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഇത് നമ്മുടെ ഒറ്റയപ്പം റെഡി ആയിട്ടോ. ചായക്ക് കടിക്കുക. ചായ കടിക്കാൻ വേണ്ടിയിട്ട് ചായയുടെ വെള്ളം തിളച്ച് വരുന്നേ ഉണ്ട്. അപ്പം നമ്മൾ വട്ടയപ്പം അതിനകത്ത് ചായയുടെ കടി. ഓരോരോ പീസ് അവിടെ നിന്ന് എടുക്കാതെ. അയ്യോ അവിടെ മുറിച്ചതല്ലേ? മുറിച്ച് ഇതൊരു കുഞ്ഞു പീസാണ്. കുഞ്ഞു പീസ് ആദ്യം കഴിക്കും. അടിപൊളി. നല്ലതാ. പിച്ചു എന്നാ വട്ടയപ്പം ഇതാ. ഇതോ കഴിഞ്ഞ് ഈ വട്ടപ്പം നിന്ന് എനിക്ക് ഉച്ചക്കെട്ട് അരച്ചക്കെട്ടിന് എണീറ്റ് വന്നു. അവിടെ ചിപ്സ് ഹബാട്ടോ പോയാലോ? അങ്ങനെ 4 ഡ്യൂട്ടി ഉണ്ട്. കഴിച്ചോ കഴിച്ചോ. നല്ലതാണല്ലോ. ഷിജോ സാമ്പിൾ നോക്ക്. ഷിജോയുടെ ഫേവറേറ്റ് ആണ്. നല്ല ഇഷ്ടപ്പെടും. അതൊക്കെ നല്ല ഹെൽത്തി ആവുന്ന സാധനമാണ്. ഇത് കഴിച്ചോ. ഇതെണ്ണം കഴിച്ചു നോക്കും. കുറച്ച് വട്ടയപ്പം നിന്നിങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. സ്പെഷ്യലാണ്. അമ്മ ഏറ്റവും ക്വസ്റ്റ്യൻ ചെയ്യട്ടാ. വാട്ട് ഈസ് ക്രിസ്മസ്? ഇച്ചു പറയണാ. അപ്പം അമ്മച്ചി നോക്കുന്നുണ്ട്. വേണ്ട വാട്ട് ഈസ് ക്രിസ്മസ് കേട്ടാ. ഞങ്ങൾ വട്ടയപ്പം ചായം കുടിക്കുകയാണ്. പാത്രങ്ങളെല്ലാം കഴുകി കിച്ചൺ ക്ലോസ് ചെയ്തു കേട്ടോ. ഇനി ആരും കഴിക്കാൻ പോകണില്ല. ഇനി നമ്മളെല്ലാം ഇവിടെ TV കാണുന്നു. കിച്ചൺ ക്ലോസ് ചെയ്തിട്ട് കിച്ചൺ ഹബാട്ടിൽ പോവാണ്. ലൈറ്റൊക്കെ കാണാൻ വേണ്ടി. അച്ചാച്ചൻ വാക്കിങ്ങിനൊക്കെ പോയിട്ട് വന്ന് നിൽക്കുകയാണ്. അച്ചാച്ചൻ ടൗണിൽ പോകണം വേണ്ട എന്നാലോചിക്കുന്നു. അമ്മച്ചി കുളിയൊക്കെ കഴിഞ്ഞ് വിശ്രമിക്കുന്നു. അപ്പം അങ്ങനെ നമ്മൾ ക്രിസ്മസ് ഡേ കഴിഞ്ഞു കേട്ടോ. ഇച്ചിരി എൻ്റെ മുട്ടും പിടിച്ചോട്ട് നിൽക്കുവാണ്. ഇച്ചിരി കിച്ചൺ ക്ലോസ് ചെയ്ത് തോന്നി പിച്ചു ഒരു വിഷമം അല്ലേ ഇച്ച്? ഇനി ഇവിടെ ആരും കുക്ക് ചെയ്യുന്നില്ല. നമ്മൾ ക്രിസ്മസ് കഴിഞ്ഞു. ഇച്ചിനിപ്പൊ കഴിച്ചില്ലേ? മോറ് സീരിയൽസ് ഒക്കെ കഴിക്കാന്. അപ്പൊ അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞിട്ടാ. അപ്പൊ അങ്ങനെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ വീഡിയോ നമ്മുടെ കൊച്ചു ക്രിസ്മസ് ആഘോഷമൊക്കെ ഒരു നല്ല ഓർമ്മയായിട്ടിരിക്കട്ടെ എന്ന് വിചാരിക്കുന്നത്. കാരണം നമ്മൾ എല്ലാവരും കൂടി ഉള്ളൊരു ഫസ്റ്റ് ക്രിസ്മസ് ആയിരുന്നു കേട്ടോ. അച്ഛനും അമ്മച്ചി ഓസ്ട്രേലിയ ഫസ്റ്റ് ആദ്യമായിട്ട് വന്ന് ആദ്യത്തെ അവരുടെ ക്രിസ്മസ് അങ്ങനെ. അപ്പം ഇനി ഇത് ഓസ്ട്രേലിയയിൽ നമ്മുടെ സെക്കൻഡ് ക്രിസ്മസ് ആണ്. അച്ഛനും അമ്മച്ചി വന്നത് നമ്മുടെ ഫസ്റ്റ് ക്രിസ്മസ് എന്ന് പറഞ്ഞ. ഇനി നെക്സ്റ്റ് ക്രിസ്മസ് നമ്മുടെ 3rd ക്രിസ്മസ്. ഇനി 12 months ഉണ്ട്. അപ്പൊ എല്ലാവർക്കും ബൈ. ഒരിക്കൽ കൂടി മെറി ക്രിസ്മസ്.